ഹലോ, എല്ലാവർക്കും നീനൂസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഗോബി മഞ്ചൂരിയന്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 4 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1.5 ടീസ്പൂൺ വെളുത്തുള്ളി, 1.5 ടീസ്പൂൺ ഇഞ്ചി, 1 കപ്പ് ക്യാപ്സിക്കം, 1 കപ്പ് സവാള, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടീസ്പൂൺ വിനാഗിരി, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും എടുത്തിട്ടുണ്ട്, ഗ്രീൻ പോർഷനും എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഓയിൽ, പിന്നെ കോൺഫ്ലവറും കൂടി എടുത്തിട്ടുണ്ട്, കോളിഫ്ലവറും കൂടി എടുത്തിട്ടുണ്ട്. ഇനി കോളിഫ്ലവർ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു പാത്രം എടുക്കുക, അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊന്ന് കലക്കി റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് അവിടെ നിന്ന് വേകട്ടെ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് നമുക്കതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ആ സമയത്ത് നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, ഞാനിതിവിടെ ജസ്റ്റ് കളറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്പമായിട്ട് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഒരുമിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ബാറ്റർ പെട്ടെന്ന് അങ്ങ് ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് കുഴക്കണം ഉള്ളവരാണെങ്കിൽ നമുക്കിത് ഈ സമയത്ത് കൈകൊണ്ട് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. സ്പൂൺ ഉപയോഗിച്ച് കുഴക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ലെന്നാണെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതൊന്ന് ഈ മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു അല്പം കൂടി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ മിക്സിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരും. ഇത് കണ്ടില്ലേ, ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് ഇതുപോലെയാണ് വരേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് കട്ടിയായി പോകരുത്. ഇത് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ നമ്മുടെ കോളിഫ്ലവറിലെല്ലാം ഇത് പിടിച്ചിട്ട് കറക്റ്റായിട്ടുള്ള നമുക്ക് ഗോബി മഞ്ചൂരിയൻ്റെ ആ ഒരു കോളിഫ്ലവറിൻ്റെ സ്ട്രക്ചർ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ എടുക്കുക. ഇനി നമ്മുടെ കോളിഫ്ലവർ ഇവിടെ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തേക്കും എല്ലാ കോളിഫ്ലവറിലും ഈവനായിട്ട്, അതായത് ഒരുപോലെ തന്നെ എത്തുന്ന രീതിയിൽ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഇതിവിടെ ആ സമയത്ത് എണ്ണ ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇപ്പം മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒന്ന് നോക്കാം. കണ്ടില്ലേ, ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കത്തില്ല. എന്നിരുന്നാലും ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചെന്ന് വരാം. അപ്പോൾ ആ സമയത്ത് ഒരുവിധം മുരിഞ്ഞെന്ന് കാണുമ്പോഴേക്കും നമുക്കതൊന്ന് സ്പൂൺ വെച്ച് വിടിയിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ ഈ മൊരിയുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ലോങ് പ്രോസസ്സായിട്ട് കാണിക്കുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ഗോൾഡൻ ബ്രൗണിഷ് നിറമാവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്യണം. എന്നിട്ട് നമുക്കത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഒരുപാട് ബോറടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനത് കാണിക്കാതിരുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി നമുക്ക് ഇനി അടുത്തത് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം, വറുത്തെടുക്കാം.
ഇനി ഇതിൻ്റെ ആ ഒരു സോസിൻ്റെ മസാലക്കൂട്ടൊന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇതിലേക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും തന്നെ നമുക്ക് അതിനകത്തേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടിയുടെ പച്ചമണം എല്ലാം മാറുന്നത് വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും മതിയാവും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് സോസ് ചേർക്കേണ്ട സമയമായി. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 10-15 സെക്കൻഡ് മാത്രം നമ്മൾ ഇതിനൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് ഇത്രയും മതിയാവും. വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വിനാഗിരി എടുത്ത് വെച്ച് ചേർക്കാം. അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതെല്ലാം കൂടി ഇതിനകത്ത് കിടന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അല്പം വെള്ളം ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിന് ചേർക്കുന്നത്. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയേക്കാം. ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഇല്ലെന്നാണെങ്കിൽ നമ്മൾ ഇത്തിരി കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. ഇനി അല്പം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഈ സമയത്ത് നമുക്ക് കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് 1 ടീസ്പൂൺ എടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ അല്പമായിട്ട് മാത്രം ചേർക്കുക. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ മാത്രം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ മിക്സാണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്പം ഇങ്ങനെ ചേർക്കുമ്പോഴേക്കും ഒരുപാട് പെട്ടെന്ന് അങ്ങോട്ട് കട്ടിയായി പോവില്ല. ഇതിപ്പോൾ നമ്മൾ കൂടുതലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ആ കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. ഇപ്പോൾ 1 ടീസ്പൂൺ 1/2 കപ്പ് വെള്ളത്തിന് കറക്റ്റാണ്. ഇതിലിപ്പോൾ നിങ്ങൾ വെള്ളം എടുക്കുന്നത് കുറവാണ് കൂടുതലാണെങ്കിൽ അല്പമായിട്ട് ചേർക്കുമ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അല്പമായി ചേർക്കാൻ പറയുന്നത്. അതായത് ഇപ്പോൾ കറക്റ്റായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കാരണം ഈ ഗ്രേവി ഒരുപാട് തിക്കായി പോകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടിട്ടാണ് ഇപ്പം എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാനുള്ള സമയമായി. ലാസ്റ്റായിട്ട് നമുക്ക് ആ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്നും ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ സമയത്ത് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ വേഗണം എന്നുള്ളവരാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അല്പം പഞ്ചസാര, അതായത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആ പുളിപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ചെയ്താൽ നല്ലതാണ്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ലാസ്റ്റായിട്ട് ആ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, ഗോബി മഞ്ചൂരിയൻ റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ രുചികരമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല അടിപൊളിയായിട്ട് കാണാൻ ഇതിനകത്തുള്ളത്. അതുപോലെ ടേസ്റ്റാണ് കഴിക്കാൻ. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി നമുക്കിത് സെർവ് ചെയ്തത് കാണിക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക്